നമസ്കാരം. നമ്മുടെ ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്ത് നടൻ വളരെ ഹ്യൂമറായിട്ട് തിരക്കഥ എഴുതി നമ്മുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ അഭിനയിച്ച നായകനായി വന്ന ഒരു ചിത്രമാണ് അയാൾ കഥ എഴുതുകയാണ്. ആ സിനിമയിലെ പ്രസക്തമായ ഒരു കഥാപാത്രം ശ്രീനിവാസനും അഭിനയിക്കുകയുണ്ടായി. ആ കഥാപാത്രത്തിൽ അദ്ദേഹം ഒരു വില്ലേജ് ഓഫീസറായി വരുന്നു. ആ വില്ലേജ് ഓഫീസർ ആണോ, ക്ഷമിക്കണം, അദ്ദേഹം ഏത് പോസ്റ്റിലാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ വരുമ്പോൾ സ്ഥലം മാറിപ്പോവേണ്ട മറ്റൊരു ഓഫീസർ നന്ദിനി ചെയ്യുന്ന കഥാപാത്രം. അപ്പോൾ ഒരു സീറ്റിന് വേണ്ടി രണ്ട് ഓഫീസർമാർ തമ്മിലുള്ള തർക്കം. അങ്ങനെ ആ തർക്കം മൂർച്ഛിക്കുമ്പോൾ അതിന് സഹായിക്കാനായി മോഹൻലാലിനെ വിളിക്കുന്ന രസകരമായ കുറേ കോമഡി രംഗങ്ങൾ ആ സിനിമയിലെ അവിഭാജ്യ ഘടകങ്ങളായിരുന്നു. ഇവിടെ ഇത്രയും നാം പറയുന്ന മറ്റൊന്നും കൊണ്ടല്ല. ഇവിടെ ഒരു കോഴിക്കോട് തന്നെയുള്ള ആരോഗ്യ വകുപ്പിലെ DMO, അതായത് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ പദവിയിൽ ഇരിക്കുന്ന രണ്ട് ഡോക്ടേഴ്സ് തമ്മിൽ ഒരു സീറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു തർക്കമാണ് നമ്മളിവിടെ കണ്ടത്. അതായത് ഡോക്ടർ ആശാദേവി എന്ന ഒരു DMO ആയിട്ട് അവർ എറണാകുളത്ത് നിന്ന് DMO ആയി കോഴിക്കോടേക്ക് വന്നതാണ്. അവർ 8-ാം തീയതി വന്ന് ജോയിൻ ചെയ്തിട്ട് അവർ പോയതാണ്. അപ്പോൾ അന്ന് വരെ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ രാജേന്ദ്രന് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തിൻ്റെ DMO ആയിട്ട്, ജില്ലാ മെഡിക്കൽ ഓഫീസറായിട്ട് അദ്ദേഹത്തെ മാറ്റിയിരുന്നു. ഈ പോയ രാജേന്ദ്രൻ അവധിയിലായിരുന്ന ഡോക്ടർ ആശാദേവി തിരികെ, അതായത് കോഴിക്കോട് അവർ വന്നു, എറണാകുളത്തിരുന്ന DMO ആശാദേവി കോഴിക്കോട് വന്ന് ചാർജ് എടുത്ത ശേഷം തിരികെ അവിടെ എത്തുമ്പോഴേക്കും ഇതാ പഴയ ഡോക്ടർ രാജേന്ദ്രൻ അവിടെ ഇരിപ്പുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, ആരോഗ്യവകുപ്പിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഉത്തരവ് ഇറക്കുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് ഇവർ ഈ പറയുന്ന പോലെ കുറച്ച് പേര് താങ്കൾക്ക് ഇങ്ങനെ തന്നിരിക്കുന്ന ഉത്തരവ് ഒന്ന് മാറ്റിത്തരണം, താങ്കൾക്ക് അവിടെ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒരു ഡോക്ടർ പീയൂഷ് ഉൾപ്പെടെയുള്ള കുറേയധികം പേര്, ഒരു ജില്ലാ മെഡിക്കൽ ഓഫീസർ ആവുക എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല, ഒരു വലിയ പദവിയാണ്. അവരെല്ലാം കൊടുത്ത ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് അവർ നൽകിയ പരാതിയിന്മേൽ ട്രൈബ്യൂണൽ ഒരു തീർപ്പ് കൽപ്പിച്ചില്ല. ഈ ട്രൈബ്യൂണൽ കാര്യങ്ങളും ഈ പറയുന്ന പീയൂഷ് ഉൾപ്പെടെ ഉള്ളവർ കൊടുത്ത കൂട്ടത്തിൽ ഈ ഡോക്ടർ രാജേന്ദ്രനും ട്രൈബ്യൂണലിൽ തന്നെയും അങ്ങോട്ട് തിരുവനന്തപുരത്ത് വിടരുത് എന്ന പരാതി കൊടുത്തിരുന്നു. പക്ഷേ ഇതിന്മേലൊരു തീർപ്പ് ആവാത്തത് കാരണം അദ്ദേഹം പഴയ സീറ്റിൽ വന്നപ്പോൾ ഇവിടെ കറക്റ്റ് നേരത്തെ വന്ന ഓർഡർ പ്രകാരം വരുന്ന ഡോക്ടർ ആശാദേവി നോക്കുമ്പോൾ രാജേന്ദ്രൻ ഇരിക്കുന്നു. അതാണ് നമ്മൾ ആ സിനിമയിൽ ആദ്യം പറഞ്ഞ പോലെ ശ്രീനിവാസൻ വരുമ്പോൾ നന്ദിനി ഇരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ പഴയ ഓഫീസർ തന്നെ ആ സീറ്റിൽ ഇരിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു കേബിനിൽ മുഖാമുഖം നോക്കിയിരിക്കുകയാണ്. താനൊന്ന് എണീറ്റ് പോടെ എന്ന് പറഞ്ഞുകൊണ്ട് എവരും നിങ്ങളൊന്ന് എണീറ്റ് പോയേ എന്ന് പറഞ്ഞ അദ്ദേഹവും ഇരിക്കുന്ന വളരെ ഒരു വലിയ കോമഡി ആ ഓഫീസിൽ ഇന്ന് അരങ്ങേറി. അപ്പോൾ നാം ഇവിടെ പറഞ്ഞു വരുന്നത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും ഇപ്പോൾ ആരോഗ്യ വകുപ്പിൽ ഒരു നാഥനില്ല കളരിയാണ്. അതായത് ആരോഗ്യ വകുപ്പിലെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇതാണോ ഒരു തീരുമാനം? ഒരു DMO ആയിട്ട് ഒരു വ്യക്തിക്ക് സ്ഥലമാറ്റം ഓരോരുത്തർക്ക് ഒരു ഓർഡർ കൊടുക്കുന്നു. അപ്പോൾ ട്രൈബ്യൂണലിൽ അങ്ങനെ ഒരു നീക്കമുണ്ടായെങ്കിൽ അത് ഈ വന്നിരിക്കുന്നവരെയൊക്കെ ട്രൈബ്യൂണലിൽ പരാതി നൽകിയിരിക്കുന്നവരെ അറിയിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥലമാറ്റ ഉത്തരവ് കിട്ടിയത് സ്റ്റേ ചെയ്യേണ്ടതല്ലേ? ഇതിനൊന്നും ഇവിടെ ആരുമില്ലേ? ഒരു നാഥനും ഈ പറയുന്ന പോലെ ഈ കാര്യങ്ങൾ ചെയ്യാൻ ആരുമില്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് കാര്യങ്ങൾ കൂടെ പറയേണ്ടി വരും. അതായത് ഈ പറയുന്ന ഒരു വലിയ പാർട്ടി, CPM എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ ഒരു മന്ത്രിയുണ്ടോ, ഈ ആരോഗ്യ വകുപ്പിനൊരു മന്ത്രിയുണ്ടോ എന്ന് പാർട്ടിയിലെ പ്രവർത്തകർ ചോദിച്ചു. അതുപോലെ ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നു. അവരൊരു പഴയ പത്രപ്രവർത്തകയാണ്, ഒരു മാധ്യമ പ്രവർത്തകയാണ്. അവർ നിരവധി പേരെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടുള്ളതാണ്. അവരിങ്ങനെ സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിച്ചതാണ്. അവർ ഒരു തീർത്തും പരാജയമല്ലേ? അതായത് ആരോഗ്യമന്ത്രി വീണ്ടും ഒരു തീർത്തും പരാജയമാണ് എന്നാണോ ഇതിലൂടെ നമ്മെ കാണിച്ചു തരുന്നത്? അതായത് ഭരണതലത്തിൽ ഒരു വേള വീണ്ടും CPM ഭരണത്തിലേക്ക് വന്നതിൻ്റെ ഒരു ഫലമാണോ ഈ കാണുന്ന ഉദ്യോഗസ്ഥ തലത്തിലെ അലംഭാവമെന്ന് കേരള സമൂഹം ഈ ഭരണകർത്താക്കളോട് ചോദിച്ചു പോവുകയാണ്. നാം സിനിമയിൽ അത് കണ്ട് രസിച്ചു.
അദ്ദേഹത്തെ പൂട്ടിയിട്ടു. അദ്ദേഹത്തിനെ പൂട്ടിയിട്ട ശേഷം അവർ പോയി. പക്ഷേ ഇത് നമ്മൾ സംസാര ലോകമാണ്. ഈ സംസാര ലോകത്ത് നാളിതുവരെ ഇപ്പോൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന നമുക്കൊക്കെ ഉള്ള ഏജിനേക്കാൾ ഒരുപാട് ഈ രംഗത്ത് കാഴ്ചകൾ കണ്ട നിരവധി പേരുള്ളൊരു ലോകമാണിത്. ഉദ്യോഗസ്ഥ തലത്തിലും അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് അംഗങ്ങളുള്ള ഒരു ലോകമാണ്. ഈ ലോകത്ത് നാം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു രംഗം ഉണ്ടായിട്ടുള്ളതായി അതുമായി നമുക്ക് ഈ സംഭവത്തെ കൂട്ടി വായിക്കാൻ യഥാർത്ഥ നമ്മുടെ സംസാര ലോകത്ത് ഉണ്ടായിട്ടുണ്ടോ? ഈ ജീവിതം ഈ പറയുന്ന നമ്മുടെ ഈ സർക്കംസ്റ്റാൻസസിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാണ് ഒരിക്കൽ ഒരു ഭരണത്തിൻ്റെ ഒരു പാർട്ടിയുടെ ഒരു മുന്നണിയുടെ ഭരണ തുടർച്ചയിൽ ആദ്യം IAS തലത്തിൽ പ്രശ്നം, IPS തലത്തിൽ പ്രശ്നം, പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല, അവർ മേലുദ്യോഗസ്ഥരുടെ പീഡനവും അല്ലാതെയും ഒക്കെ ഉള്ളത് കാരണം ആത്മഹത്യ ചെയ്യുന്നു. ഇപ്പോൾ കേവലം ഒരു സ്ഥലം മാറ്റം ആൾക്കാരുടെ മുന്നിൽ, സഹപ്രവർത്തകരുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ, ലോകത്തിന് മുന്നിൽ ഇത്രയും ഏത് കാര്യം നടന്നാലും അത് ഒരു വാർത്തയാകുന്ന ഈ ഒരവസരത്തിൽ എന്തിന് വെറുതെ ഇങ്ങനെ ഒരു ആരോഗ്യമന്ത്രി, എന്തിന് വെറുതെ ഇങ്ങനെ ഒരു അഡ്മിനിസ്ട്രേഷൻ ചോദിച്ചു പോവുകയാണ്. ഇത് സമൂഹ മാധ്യമത്തിലൂടെ നാം സാധാരണ സമൂഹത്തിൽ ഇത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെയാണ് നാം ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു കസേരയ്ക്ക് വേണ്ടി 2 പേർ മുഖാമുഖം നോക്കിയിരിക്കുമ്പോൾ അവരുടെ ധാർഷ്ട്യം കൊണ്ട് വന്നിരിക്കുന്നതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് ഇവരെ അറിയിക്കേണ്ട സമയത്ത് ഈ അറിയിക്കേണ്ടവർ അറിയിച്ചില്ല? ആ ഒരു വലിയ ചോദ്യം തന്നെയാണ് നമുക്ക് ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയാനുള്ളത്. ഇത്രയും കെടുകാര്യസ്ഥതയാണോ ഈ പറയുന്ന എല്ലാ വകുപ്പുകളിലും? ഇതൊരെണ്ണം ഇപ്പോൾ പുറത്തു വന്നു, ഇനി എന്തെല്ലാം പുറത്തു വരാത്തതുണ്ടാകും എന്നുള്ളത് നമുക്ക് ഈ പറയുന്ന പ്രസ്തുത വിഷയവുമായി ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളൂ. ഏതായാലും ചിരിക്കാനുള്ള വകയായിട്ട് 2 ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു സീറ്റിന് വേണ്ടി തമ്മിത്തല്ല് കൂടി ഒരു പോർമുഖത്ത് എന്ന പോലെ ഒരു മേശയുടെ അപ്പുറയും ഇപ്പുറയും ഇരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വന്നു. ഇനി എന്തെല്ലാം കാണേണ്ടി വരും ശിവനെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.